ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളൊരു ഫോൾഡർ ഹൈഡ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് വേറെ ആർക്കെങ്കിലും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പേഴ്സണൽ ഫയൽസോ കാര്യങ്ങളോ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഫോൾഡറിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഫോൾഡർ എങ്ങനെ നമുക്ക് ഹൈഡ് ചെയ്തിട്ട് അവർക്ക് കൊടുത്ത് ആ ഒരു ഡാറ്റ അവർ കാണാത്ത രീതിയിൽ ആക്കാം എന്നുള്ളതാണ് നമ്മളിതിവിടെ നോക്കുന്നത്. ഞാനിപ്പോൾ എൻ്റെ ലാപ്ടോപ്പിൽ ഡെസ്ക്ടോപ്പിൽ ഒരു ഫോൾഡർ വെച്ചിട്ടുണ്ട്. ന്യൂ ഫോൾഡർ എന്നാണ് അതിൻ്റെ പേര്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് എങ്ങനെ ഹൈഡ് ചെയ്യുക എന്നുള്ളതാണ് നോക്കുന്നത്. ഇതിപ്പം ഡ്രൈവിൽ നമ്മുടെ ഡി ഡ്രൈവിലോ ഏതെങ്കിലും ഡ്രൈവിലുള്ള ഒരു ഫോൾഡർ ആണെങ്കിൽ കൂടി ഈ ഒരു സെയിം മെത്തേഡ് വെച്ചിട്ട് തന്നെയാണ് നമുക്ക് ഹൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഫോൾഡറിനെ ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. ശേഷം പ്രോപ്പർട്ടീസ് എന്നുള്ള ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫോൾഡറിൻ്റെ പ്രോപ്പർട്ടീസ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അതിനകത്ത് ജനറലിൽ ലാസ്റ്റ് കിടക്കുന്ന ഹിഡൻ എന്നുള്ള ഈ ഓപ്ഷൻ ടിക്ക് ചെയ്തിട്ട് അപ്ലൈ കൊടുക്കുമ്പോൾ അവർ ചോദിക്കുന്നുണ്ട്, ഈ ഒരു ഫോൾഡർ മാത്രമാണ് നമുക്ക് ഹൈഡ് ചെയ്യേണ്ടത് അതോ അതിൻ്റെ അകത്ത് കിടക്കുന്ന സബ് ഫോൾഡർ കൂടെ ഹൈഡ് ചെയ്യണമെന്ന് ചോദിക്കുന്നുണ്ട്. എൻ്റെ ഈ ഫോൾഡറിൻ്റെ അകത്ത് കുറച്ച് ഫോൾഡേഴ്സും കുറച്ച് ഡോക്യുമെൻറ്റ്സും ഉണ്ട്. അപ്പോൾ ഞാനത് സബ് ഫോൾഡർ കൂടെ ഹൈഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ഓൾറെഡി ബൈ ഡിഫോൾട്ട് രണ്ടാമത്തെ ഓപ്ഷൻ ടിക്കാണ്. ഞാനത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഓക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ആ ഡെസ്ക്ടോപ്പിൽ നിന്നും ആ ഒരു ഫോൾഡർ ഹൈഡായി പോയിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ച് എങ്ങനെ അത് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ദിസ് പി സി ഒന്ന് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഏറ്റവും മുകളിൽ കിടക്കുന്ന വ്യൂ എന്നുള്ള ടാപ്പ് ഓപ്പൺ ചെയ്യാം. ഈ കമ്പ്യൂട്ടറിൻ്റെ അടുത്തുള്ള വ്യൂ എന്നുള്ള ടാബ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ലാസ്റ്റ് ആയിട്ട് കിടക്കുന്ന ഓപ്ഷൻ എന്നുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് കിടക്കുന്ന ചേഞ്ച് ഫോൾഡർ ആൻഡ് സെർച്ച് ഓപ്ഷൻ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത്. അതിനകത്ത് വ്യൂ എന്നുള്ള ഈ ഒരു ടാബ് ഓപ്പൺ ചെയ്യാം. അതിൽ കുറച്ച് സ്ക്രോൾ ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ്. അതിനകത്ത് ഡോണ്ട് ഷോ ഹിഡൻ ഫയൽസ് ആൻഡ് ഫോൾഡേഴ്സ് എന്നുണ്ട്, ഷോ ഹിഡൻ ഫയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനത് ഷോ ഹിഡൻ ഫയൽസിലോട്ട് മാറ്റി അപ്ലൈ കൊടുക്കുന്നുണ്ട്. ശേഷം ഓക്കെ കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു മങ്ങിയ രീതിയിൽ ആ ഫോൾഡർ ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. അതിനെ വീണ്ടും പഴയ രീതിയിൽ കൊണ്ടുവരാനായിട്ട് ജസ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ജനറലിൽ പോയിട്ട് ഈ ഹിഡൻ എന്നുള്ള നമ്മൾ നേരത്തെ ടിക്ക് കൊടുത്തത് ജസ്റ്റ് അൺടിക്ക് ചെയ്യുക. ദെൻ അപ്ലൈ കൊടുക്കുക. സബ് ഫോൾഡർ കൂടെ നമുക്ക് വേണ്ടത് കൊണ്ട് അതും കടന്നിട്ട് ഓക്കെ കൊടുക്കാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആ ഒരു ഫോൾഡർ ഇവിടെ വിസിബിൾ ആയിട്ടുണ്ട്. താങ്ക് യു.